ഹലോ ഫ്രണ്ട്സ്, മാജിക് പി എസിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ യൂട്യൂബിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറച്ച് ലാഗായി പോയി വീഡിയോസൊക്കെ ഇടാൻ. എന്തായാലും അതിശക്തമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അതായത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പോലീസ് ഫിസിക്കലിന് എല്ലാവരും എടുത്തിരിക്കുകയാണല്ലോ. എല്ലാവർക്കും ഡേറ്റും ഒക്കെ കിട്ടിക്കാണും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കാര്യങ്ങളൊക്കെ പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്തായാലും അധികം ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ചെയ്യാനുള്ളത് മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെക്കാം. ഒരിക്കലും നിങ്ങൾ 5 ഐറ്റം കൃത്യമായിട്ട് പഠിച്ചു പോകരുത്. നിങ്ങൾ മിനിമം ഒരു 6 അല്ലെങ്കിൽ മിനിമം 6 ഐറ്റം തന്നെങ്കിലും നിങ്ങളുടെ കൈമേൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടായിരിക്കണം. ഒരിക്കലും 5 ഐറ്റം അല്ലേ ഉള്ളൂ, അതിൽ പെർഫെക്റ്റ് ആയിട്ട് കാര്യമില്ല. അന്നത്തെ ദിവസമാണ് നിങ്ങൾക്ക് ചിലപ്പം ആ ഐറ്റത്തിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് മിനിമം 6 ഐറ്റം തന്നെങ്കിലും നിങ്ങൾ കണ്ടുവെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ആദ്യം നോക്കാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്ക് ഡേറ്റ് കിട്ടുകയാണ്. ഡേറ്റ് കിട്ടിയത് അത് അന്നത്തെ ദിവസം, ഡേറ്റ് കിട്ടിയ ദിവസം ഫിസിക്കൽ മെഷർമെൻ്റ് ആണ് നടക്കുക. അന്ന് നിങ്ങൾ ഒരു 10 മണിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ 9-10 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് ഫിസിക്കലുള്ള ടീംസ് ഉണ്ടാവും. അവരുടെ ഫിസിക്കൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മെഷർമെൻറ്റ് ഉണ്ടാവും. മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങളെ ശാരീരിക അളവ്, അതായത് നിങ്ങളെ ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങൾ. ഹൈറ്റുള്ള വെയിറ്റ് ഇല്ല, ഹൈറ്റ് നോക്കും. 168 വേണ്ടത്. പിന്നെ നിങ്ങളെ ചെസ്റ്റ് നോക്കും. ചെസ്റ്റ് 81, പിന്നെ 5 എക്സ്പാൻഷനാണ് വേണ്ടത്. അതുകൊണ്ട് അതൊക്കെ എല്ലാവർക്കും ഏകദേശം ഹൈറ്റിനാണ് വലിയ വിഷയമാക്കാറുള്ളത് PSCക്കാർ. ചെസ്റ്റ് അവർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ സെക്ടേഴ്സിലുള്ള അറിയില്ല, MSPയിലുള്ള അറിയില്ല, KP കാസർഗോഡൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് റിപ്പോർട്ട് കിട്ടിയത്. ഓക്കെ, പിന്നെ ആ ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ പിറ്റേന്നായിരിക്കാം ഇതിൻ്റെ മെഷർമെൻറ്റും മെഷർമെൻറ്റിനല്ല, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലാണ് പിന്നെ വേറൊരു ഡേറ്റ് തരാം. നമുക്ക് അന്ന് രാവിലെ തന്നെ അവിടെ എത്തുക. തലേന്ന് അവിടെ വന്ന് റൂം എടുത്ത് താമസിക്കുക. പിന്നെ ഡേറ്റ് എന്നാണ് കിട്ടുന്നത്, അന്ന് അവിടെ റൂം എടുത്ത് താമസിക്കുക, അവിടെ നിൽക്കുക. ഓക്കെ, നല്ല വിശ്രമമായിരിക്കണം. തലേന്ന് നിങ്ങൾ നല്ല വിശ്രമത്തിൽ തന്നെ ആയിരിക്കണം. തലേന്ന് വലിയ പ്രവർത്തന കാര്യങ്ങളൊന്നും വേണ്ട. വേണമെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഓക്കെ, ഫസ്റ്റ് ഐറ്റമാണ് നമുക്ക് 100 മീറ്റർ. 100 മീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ രാവിലെ തന്നെ ആയിരിക്കും, അതായത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറയുക 5:30 ടൈമിലായിരിക്കും. 5:15, 5:30 എത്താനാണ് അവർ പറയാം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ വേഗം തന്നെ എത്തുക. നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങളെ എത്രയാണോ സീരിയൽ നമ്പർ, നിങ്ങളെ കോഡ് നമ്പർ, അത് നിങ്ങൾക്ക് അവിടുന്ന് തരും. നിങ്ങൾക്ക് അവിടുന്ന് ഒരു സ്പെഷ്യൽ നമ്പർ തരും. അത് നമ്മൾ ബനിയലിൽ ഒക്കെ കുത്തി വെക്കുക. ഒരു ടെൻഷനും വേണ്ട, ബനിയലും കാര്യങ്ങളൊക്കെ കുത്താം. ഓക്കെ, പിന്നെ കാര്യം കുത്തിയതിന് ശേഷം നമുക്ക് അവർ ഫസ്റ്റ് തന്നെ വരിയായിട്ട് നിർത്തും. ഒരു 6 പേരുള്ള 100 മീറ്ററിൻ്റെ സെറ്റ് ആയിട്ട് നമ്മൾ വെക്കും. ഓക്കെ, അതിൻ്റെ മുന്നേ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 100 മീറ്റർ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഗ്രൗണ്ട് ചുറ്റും അവർ സമ്മതിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെ ആണെങ്കിൽ ഗ്രൗണ്ടിലൊന്ന് നന്നായിട്ട് ഒരു റൗണ്ട് ആണെങ്കിലും ഓടി കുറച്ചെങ്കിലും വേർക്കണം. ഓക്കെ, മറ്റു നമുക്ക് 100 മീറ്റർ ആ തണുപ്പത്ത് അത് കഠിനമായിരിക്കും. അവർക്ക് വിചാരിച്ച പോലെ കാല് വാങ്ങിയെന്ന് വരില്ല. അതുകൊണ്ട് 100 മീറ്റർ നിങ്ങൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് ഒന്നെങ്കിലും കുറച്ച് നന്നായിട്ട് വാമപ്പ് ചെയ്തതിന് ശേഷമേ 100 മീറ്റർ ഓടാവും. മറ്റു പല പേർക്കും അക്കടി പറ്റാറുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും പറ്റരുത്. അതുകൊണ്ട് 100 മീറ്റർ നിങ്ങൾക്ക് കിട്ടണം. 100 മീറ്റർ കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോലുള്ളൊരു ഫീലിംഗ് ആണ് വരിക. അതുകൊണ്ട് 100 മീറ്റർ കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാത്തിലും ഫിസിക്കലി തന്നെ കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നന്നായിട്ട് വാമപ്പ് ചെയ്തതിന് ശേഷം 100 മീറ്റർ എടുക്കാം. പിന്നെ സെക്കൻഡ് ഐറ്റം വരുന്നതാണ് ഹൈ ജമ്പ്. ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ മാക്സിമം കോൺഫിഡൻസിൽ ചാടുക. ചിലപ്പം ഇവിടുന്ന് നിങ്ങളെ പരിശീലിക്കുമ്പോൾ കിട്ടാത്തവർക്ക് വരെ അവിടെ പോയിട്ട് ചിലപ്പം കിട്ടാറുണ്ട്. പക്ഷേ നന്നായിട്ട് പരിശീലിച്ച് പോയിട്ട് അവിടെ പോയിട്ട് കിട്ടാത്തവരും ഉണ്ട്. ഓക്കെ, അത് അന്നത്തെ ഭാഗ്യം പോലെ ഇരിക്കും, നിങ്ങളുടെ പരിശ്രമം പോലെ ഇരിക്കും. ഓക്കെ, അത് കിട്ടും. അത് കിട്ടാത്തവർ വിഷമിക്കേണ്ട. അടുത്ത ഐറ്റമാണ് നമുക്ക് ലോങ് ജമ്പ്. നമുക്ക് ചെയ്യാനുള്ളത് പിറ്റ് നല്ല പിറ്റായിരിക്കും. ഓക്കെ, ലോങ് ജമ്പ് ഏകദേശം ആൾക്കാർക്കൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ ഒരിക്കലും ദയാദാക്ഷിണ്യൊന്നും പ്രതീക്ഷിക്കരുത്. എത്രയാണോ പറഞ്ഞത് 4:57 ആണെന്ന് തോന്നുന്നു, അതിൻ്റെ അപ്പുറം നമുക്ക് ചാടിക്കടന്നാൽ മാത്രമേ അവർ ക്വാളിഫൈ ചെയ്യുള്ളൂ. കാരണം PSCക്കാരുള്ളതാണ്. പോലീസുകാർക്ക് കുറച്ച് ദയ ഉണ്ടെങ്കിലും PSCക്കാർക്ക് വലിയ ദയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നിങ്ങൾ എത്രയാണുള്ളത് അത് തന്നെ മാക്സിമം ചാടി പഠിച്ചിരിക്കുക. വര കടക്കാണ്ട് അവർ ഒരിക്കലും ക്വാളിഫൈ ചെയ്യില്ല.
പിന്നെ നെക്സ്റ്റ് ആണുള്ളത് ഷോർട്ട് പുട്ട് 200 ഗ്രാമിൻ്റെ ഇത് നമുക്ക് എറിയണം. ഷോർട്ട് പുട്ട് എറിയണം. അത് 609 മീറ്ററാണെന്ന് തോന്നുന്നു. അത് എറിയണം. ഓക്കെ, നമ്മൾ ഒരു ടെൻഷനും കാര്യങ്ങളും ഇല്ലാണ്ട് എറിയല്ല. ഒരു 90% ആൾക്കാർക്കും കിട്ടുന്ന ഒരു ഐറ്റമാണ് ഷോർട്ട് പുട്ട്. അത് വലിയ ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഐറ്റമാണ് ക്രിക്കറ്റ് ബോൾ ത്രോയിങ്. ഒരു മിനിമം ഒരു 30% ആൾക്കാർക്കൊക്കെ ക്രിക്കറ്റ് ബോൾ ത്രോയിങ് കിട്ടിക്കാണാറുള്ളൂ. എന്നാലും ടെൻഷൻ വേണ്ട, നിങ്ങൾ അവിടെ നിന്ന് പരിശ്രമിക്കുക. നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ അവിടെ പോയി ട്രൈ ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾക്ക് അവിടെ നിന്ന് ചിലപ്പം നന്നായിട്ട് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അവിടെ അത്രയും കാലം എറിയാത്തവർക്കൊക്കെ അവിടെ കിട്ടിയിട്ട് ചരിത്രമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അവിടെ ട്രൈ ചെയ്യുക. കൈക്ക് വലിയ വിഷയമൊന്നും ഉണ്ടെന്ന് തോന്നുന്നവർ ചെയ്യാണ്ടിരിക്കുക. കാരണം അതിനുശേഷം വരുന്ന പുള്ളപ്പ്, റോപ്പ് കാര്യങ്ങളൊക്കെ ആണല്ലോ. അതുകൊണ്ട് കൈക്ക് നിങ്ങൾക്ക് അത്ര ഷുവർ ഐറ്റംസ് അതിന് ശേഷം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ഉചിതമല്ലാത്തവർക്ക്. ഇത് ചെയ്യുന്നത് തന്നെയായിരിക്കും ഉത്തമം. ചിലപ്പം കിട്ടാനൊക്കെ സാധ്യത ഉള്ള ഒരു ഐറ്റമാണ് ക്രിക്കറ്റ് ബോൾ ത്രോയിങ്. പിന്നെ നെക്സ്റ്റ് ആണ് പുള്ളപ്പ്. 8 പുള്ളപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. 8 പുള്ളപ്പ് നമ്മൾ കൈ എന്താണ് ഫുള്ള് സ്ട്രെച്ച് ചെയ്തിട്ട് തന്നെ എടുക്കേണ്ടതുണ്ട്. നമ്മൾ മാക്സിമം തല ബാറിൻ്റെ മുകളിൽ പോവുകയും വേണം. കൈ താഴോട്ട് മാക്സിമം നേരെ ആക്കിയതിന് ശേഷം മാത്രമാണ് ചെയ്യാൻ PSCക്കാർ പറയുക. അത് നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം. വലിയ ടെൻഷനും വേണ്ട, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് പുള്ളപ്പ്. അധികം തടിയുള്ളവർക്കൊക്കെ കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷേ ബാക്കി എല്ലാവരും കവർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് പുള്ളപ്പ്. പിന്നെ അതിനുശേഷമാണ് നമുക്ക് റോപ്പ് ക്ലൈമ്പിങ്ങുള്ളത്. റോപ്പ് ക്ലൈമ്പിങ് പരിശീലിച്ചവർക്കും തടി കുറഞ്ഞവർക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് റോപ്പ് ക്ലൈമ്പിങ്. അത് നിങ്ങൾ എവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അത് അധികം തടിയില്ലാത്തവർക്കും പരിശീലിച്ചവർക്കും എന്തായാലും കിട്ടുന്ന ഒരു ഐറ്റമാണ് റോപ്പ് ക്ലൈമ്പിങ്. നിങ്ങൾ ആദ്യമേ കയറി പഠിക്കണമെന്ന് മാത്രം. പിന്നെ നെക്സ്റ്റ് ആണ് ഏറ്റവും ലാസ്റ്റ് ഐറ്റമാണ് 1500 മീറ്റർ. 1500 മീറ്റർ 5 മിനിറ്റ് 44 സെക്കൻഡോടാണ് ഓടിയെത്തേണ്ടത്. നിങ്ങൾ അവിടെ ഒരു ദാക്ഷിണൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ ഓടേണ്ട ടൈം എന്ന് വെച്ചാൽ 10:10 ആ ടൈമിലായിരിക്കും നമ്മൾ ഓടേണ്ടി വരിക. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം 1500 എത്തിക്കാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പക്ഷേ എത്തിയാൽ വിഷയമൊന്നുമില്ല. കാരണം നമുക്ക് ജോലി കിട്ടാമെന്നുള്ളൊരു ഇത് വെച്ച് നമുക്ക് അത് സ്ഥിരം തയ്യാറാവുന്നവർക്ക് 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇനം മാത്രമേ ഉള്ളൂ. നിങ്ങൾ 6 മിനിറ്റ് ഒന്നും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട. മിനിമം 5 മിനിറ്റ് 44 സെക്കൻഡ് മാത്രമേ കിട്ടുള്ളൂ. മാക്സിമം പോലെ ഒരു 1-2 മിനിറ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും. അതിലധികം ഒന്നും അവർ എക്സ്റ്റെൻഡ് ചെയ്യില്ല. കാരണം ഫിസിക്കൽ ദിവസം ഇങ്ങനെ കൂടി കഴിയുന്നവരനുസരിച്ച് ആൾക്കാർ കൂടുതൽ ഫിറ്റായി വരികയാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇടുന്നത് ഒരിക്കലും നിങ്ങളെ ടെൻഷൻ ആക്കാനും കാര്യങ്ങളല്ല, നിങ്ങൾ കൂടുതൽ വിജിലൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഫിസിക്കലിന് തയ്യാറാവുന്ന ഓരോരോ ആൾക്കാർക്കും നമ്മൾ വിജയാശംസകൾ നേരെയാണ്. നമ്മൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് ദിവസം വരുന്നതായിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.